നമ്മളിൽ ഭൂരിഭാഗം പേരും ഇലക്ട്രിക് ഈലുകളെക്കുറിച്ച് കേട്ട് കാണുമല്ലോ. സ്വന്തം ശരീരത്തിൽ കറണ്ട് ഉൽപ്പാദിപ്പിച്ച് അതുപയോഗിച്ച് ഇരകളെ വേട്ടയാടുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഒരിനം മത്സ്യവിഭാഗമാണ് ഇലക്ട്രിക് ഈലുകൾ. ഇലക്ട്രിക് ഈലുകൾക്ക് ഇലക്ട്രിക് പവർ ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇലക്ട്രിക് ഈലുകളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇലക്ട്രിക് ഈലുകളെ ധാരാളമായി കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലെ ആമസോൺ, ഒറിനോക്ക് നദികളിലാണ്. ചിലയിനം മത്സ്യങ്ങൾക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിവുണ്ടെങ്കിലും ഇവയിൽ ഏറ്റവും വിരുദ്ധൻ നമ്മുടെ ഇലക്ട്രിക് ഈലുകൾ തന്നെയാണ്. ശരീരത്തിലെ 3 അവയവങ്ങളിൽ നിന്നാണ് ഇലക്ട്രിക് ഈലുകൾ വൈദ്യുതി പുറന്തള്ളുന്നത്. ഇലക്ട്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന 6000-ഓളം സവിശേഷ കോശങ്ങളാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇവയെ സഹായിക്കുന്നത്. ഇവ ശരാശരി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് ഏകദേശം 650 വോൾട്ട് വരെയാണ്. നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് ലഭിക്കുന്ന വൈദ്യുതി ഏകദേശം 220 വോൾട്ട് ആണെന്ന് ഓർക്കണം. ഇരപിടുത്തത്തിനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുമാണ് ഇലക്ട്രിക് ഈലുകൾ കറണ്ട് വിദ്യ ഉപയോഗിക്കുന്നത്. ഈ മത്സ്യങ്ങൾക്ക് കാഴ്ചശക്തി തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നേരിയ വൈദ്യുത തരംഗങ്ങൾ പുറത്തുവിട്ട് അത് പ്രതിഫലിച്ചെത്തുന്നതും നോക്കിയാണ് ഇരകളെയും മറ്റും ഇവ തിരിച്ചറിയുന്നത്. ആധുനിക റഡാറുകളിലും ഏകദേശം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇരുണ്ട പ്രദേശങ്ങളിൽ താമസിക്കാനാണ് ഇലക്ട്രിക് ഈലുകൾക്ക് ഇഷ്ടം. ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വ്യത്യസ്തമായിട്ടുള്ള പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. അതുവരേക്കും ബൈ. We about to turn it up.